आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിഹാസ് എന്ന ഖണ്ഡത്തിലെ ഉസി ആം കെ നീച്ചെ അതേ മാവിൻ ചുവട്ടിൽ എന്ന് പറയുന്ന ഗീതമാണ് പഠിച്ചത്. ആ ഗീതത്തിൽ തൻ്റെ ഓർമ്മകൾ അഴിവെറുക്കുകയാണ് രാധ. പഴയതൊക്കെ അവിടെ ഉണ്ട്. തൻ്റെ പുതിയതായിട്ടുള്ളത് ശൂന്യമായ സിന്ദൂര രേഖയും ശിഥിലമായ കാലുകളും അസമർപ്പിത ശരീരവും മാത്രമാണുള്ളത് എന്ന ഭാഗത്തോടു കൂടിയാണ് നമ്മൾ ആ ഭാഗം അവസാനിപ്പിച്ചത്. ഇന്ന് നാം പുതിയ ഗീതത്തിലേക്ക് കടക്കുകയാണ്. ഇതിഹാസത്തിൽ തന്നെ ഉള്ള അമംഗൽ ഛായ എന്ന് പറയുന്ന ഗീതമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അമംഗൽ ഛായ എന്ന് പറഞ്ഞാൽ മംഗളകരമല്ലാത്ത നിഴൽ എന്നാണ് അർത്ഥം. നമുക്ക് നോക്കാം. घाट से आते हुए कदम के नीचे खड़े कनु को ध्यान मग्न देवता समझ प्रणाम करने, जिस राह से तू लौटती थी भावरी आज उस राह से ना लौट. അമംഗൽ ഛായ മംഗളകരമല്ലാത്ത നിഴൽ എന്ന ഈ ഗീതത്തിൻ്റെ പേരാണിത്. ഈ ഗീതത്തിൽ പറയുന്നത് രാധ പറയുകയാണ്, ഘാട്ട് സെ ആത്തെ ഹുയെ കദംബ് കെ നീച്ചെ കടേ കനുക്കോ. പൂർവാനുരാഗത്തിൽ കടവിൽ നിന്ന്, ഘാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കടവിൽ നിന്ന് കുളിച്ച് വരുന്ന സമയത്ത് കദംബ വൃക്ഷത്തിന് ചുവട്ടിൽ ഇരുന്ന ഖനുവിനെ കണ്ടിട്ട് ധ്യാനമഗ്ന ദേവത സമജ്, ധ്യാനമഗ്നായ ദേവതയാണെന്ന് വിചാരിച്ച് പ്രണാമം ചെയ്യാൻ പോയിരുന്നു രാധ. ജിസ് രാഹസെ തു ലൗട്ത്തി തി ഭാവരി ആജൂസ് രാഹസ് നാ ലൗട്ട്. രാധ പറയാണ്, അത് സ്വയം പറയുകയാണ്, ഏത് വഴി കൂടെയാണോ നീ മടങ്ങിപ്പോയത്, ഭാവരി എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പെണ്ണെ, ആ ജൂസ് രാഹസ് നാ ലൗട്ട്, ആ വഴി കൂടി നീ ഇനി മടങ്ങണ്ട എന്നാണ് പറയുന്നത്. കടവിൽ നിന്ന് വന്ന മാവിൻ ചൂട്ടിലിരിക്കുന്ന കൃഷ്ണനെ കണ്ടിട്ട് ഏതോ ധ്യാനമഗ്നായ ദേവതയാണ് വിചാരിച്ച് പ്രണാമം ചെയ്യാൻ പോയിരുന്നു. ആ വഴി കൂടെ മടങ്ങിയിരുന്നു. ഇനി ആ വഴി കൂടെ തിരിച്ച് മടങ്ങണ്ട എന്നാണ് പറയുന്നത്. उजड़े हुए कूंज, रौदी हुई लताएं, आकाश पर छाई हुई धूल, क्या तुझे ये नहीं बता रही कि आज उस राह से कृष्ण की 18 अक्षौहिणी सेनाएं युद्ध में भाग लेने जा रही हैं. ഉജടെ ഹുയെ കുഞ്ച്, ഉജടെ ഹുയെ എന്ന് പറഞ്ഞാൽ, ഉജടെ എന്ന് പറഞ്ഞാൽ നശിച്ച, ഹുയെ കുഞ്ച് വള്ളിക്കുടിലുകളാണ്, നശിച്ചുകൊണ്ടിരിക്കുന്ന വള്ളിക്കുടിലുകൾ. രൗദി ഹുയി ലതായ, രൗദി ഹുയി ലതായ എന്ന് പറഞ്ഞാൽ ചവിട്ടി മതിക്കപ്പെട്ട, രൗദി എന്ന് പറഞ്ഞാൽ ചവിട്ടി മതിക്കപ്പെട്ട, ലതായ വള്ളിച്ചെടികൾ, വള്ളിക്കുടിലുകളും വള്ളിച്ചെടികളും നശിച്ചുകൊണ്ടിരിക്കുന്ന, ചവിട്ടി മതിക്കപ്പെട്ട. ആകാശ് പർ ചായി ഹുയി ധൂൽ, അതുപോലെ ആകാശത്ത് വ്യാപിച്ചിരിക്കുന്ന പൊടി, ധൂൽ. ക്യാ തുജെ യേ നഹി ബത്താ രഹി കി ആജ് ഉസ് രാഹ് സെ, നിന്നോട് ഇതൊന്നും പറഞ്ഞു തരുന്നില്ലേ, ഈ പൊടിയും ആകാശത്ത് പരന്നു കിടക്കുന്ന പൊടിയും വള്ളിച്ചെടിയും, ചവിട്ടി മതിക്കപ്പെട്ട വള്ളിച്ചെടിയും വള്ളിക്കുടിലുകളും നിന്നോട് പറഞ്ഞു തരുന്നില്ലേ, കി ആജ് ഉസ് രാഹ് സെ, ആ വഴി കൂടെ, നീ ഏത് വഴി കൂടെയാണോ വന്നത് ആ വഴി കൂടെ കൃഷ്ണയ്ക്ക് 18, കൃഷ്ണൻ്റെ 18 സൈനികരടങ്ങുന്ന സേന, അക്ഷൗഹിണി സേന എന്ന് പറഞ്ഞാൽ ഈ തേര്, കുതിര, കാവലാൾപ്പട അങ്ങനത്തെ എല്ലാം കൂട്ടി ചേർത്തിട്ടുള്ള ഒരു സേനയാണ്, യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. അതാണ് അക്ഷൗഹിണി സേനായ, 18 സൈനികരുടെ സേന. യുദ്ധമേ ഭാഗ് ലേനെ ജാ രഹേ ഹൈ, യുദ്ധത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, യുദ്ധത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വഴി കൂടെ. അപ്പോൾ രാധ സ്വയം ഇവിടെ അപ്ന അപ്സെ കെത്തി ഹെ കി, വള്ളിക്കുടിലുകളും വള്ളിച്ചെടികളും വ്യാപിച്ചിരിക്കുന്ന, ആകാശത്ത് വ്യാപിച്ചിരിക്കുന്ന പൊടികളും നിന്നോട് പറഞ്ഞു തരുന്നില്ലേ. നമുക്കറിയാം, രഥത്തിലാണ് പണ്ടൊക്കെ യുദ്ധകാലത്ത് സൈനികരൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം കുതിരയുടെയൊക്കെ കാൽപാദത്തിൻ്റെ സൗണ്ടും അതുപോലെ പൊടിപ്പടലങ്ങളൊക്കെ പറക്കും. അപ്പം അന്തരീക്ഷമാകെ മാറും. യുദ്ധത്തിന് സൈനികർ അത്രയ്ക്കും സ്പീഡിലും സഞ്ചരിക്കുന്നതായിരിക്കും. आज उस पद से अलग हटकर खड़ी हो बावरी, लता कुंज की ओट छिपा ले अपने आहत प्यार को, आज इस गांव से द्वारका की युद्धोन्मत्त सेनाएं गुजर रही हैं. आज उस पद से अलग हटकर खड़ी हो बावरी, അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയുകയാണ്. ഉസ് പദസെ, വഴിയാണ്. അത് കാരണം എന്താ, അവിടെ കൃഷ്ണൻ്റെ സേന, കൃഷ്ണനും കൂടി യുദ്ധത്തിന് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ട് പൊട്ടിപ്പെണ്ണിനോട് പറയുകയാണ്. ലതാ കുഞ്ചിക്ക് ഓട്ട്
ചിപ്പാലെ അപ്നെ ആഹത് പ്യാർ കോ. ലതാ കുഞ്ചി, അതായത് വള്ളി ചെടികളുടെ മറയിൽ, ഓട്ടം എന്ന് പറഞ്ഞ മറയിലാണ്, ആ മറയിൽ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ചിപ്പാലെ അപ്നെ ആഹത് പ്യാർ കോ, തൻ്റെ മുറിവേറ്റ, ആഹത്ത് എന്ന് പറഞ്ഞാൽ മുറിവേറ്റ സ്നേഹത്തെ ഒളിപ്പിക്കാൻ പറയുകയാണ്. ആജ് ഇസ് ഗാവ് സെ, ഇന്ന് ഈ ഗ്രാമത്തിൽ നിന്ന്, ദ്വാരകയ്ക്ക് യുദ്ധോന്മത് സേനായ, ദ്വാരകയിൽ നിന്ന് യുദ്ധോന്മത്, യുദ്ധോന്മത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധക്കുതിയന്മാരായ സേനായെ ഗുസർ റഹി, സൈനികർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിൻ്റെ മുറിവേറ്റ ആ സ്നേഹത്തെ ഒളിപ്പിച്ചു വയ്ക്കൂ, ഇപ്പം നീ അത് പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. കൃഷ്ണൻ യുദ്ധത്തിനായിട്ട് പോവുകയാണ്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, യുദ്ധം. അല്ലാതെ രാധയുടെ സ്നേഹമൊന്നും അവിടെ വിലപ്പോവില്ല. അതുകൊണ്ടാണ് അങ്ങനെ കവി ചിത്രീകരിച്ചത്, അത് ഒളിപ്പിച്ചു വയ്ക്കാൻ. മാലിയ കി കനു തേര सर्वाधिक अपना है, माल्या की तो उसकी रोम रोम परिचित है. माल्या की ये अगणित सैनिक एक एक उसके हैं, पर ध्यान रख कि ये तुझे बिल्कुल नहीं जानते, पद से हट जा बावरी. മാലിയ കി കനു തേര സർവാധിക് അപ്ന ഹെ, അത് അംഗീകരിക്കുന്നു. കനു എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ കൃഷ്ണൻ നിൻ്റെതാണ്. സർവാധിക് അപ്ന ഹെ, കൃഷ്ണൻ്റെ എല്ലാം നിൻ്റെതാണ്. മാലിയ കി തു ഉസ്കി റോം റോം പരിചിതം, നിൻ്റെ കൃഷ്ണൻ്റെ ഓരോ രോമങ്ങളും കണങ്ങളും അവയവങ്ങളും പരിചിതമാണ്. മാലിയ കി യേ അഗണിത് സൈനിക്, എണ്ണാൻ പറ്റാത്തത്ര ഈ സൈനികം. എക് ഉസ്കെ ഹെ, അത് കൃഷ്ണൻ്റെയാണ് എന്നും അറിയാം. പർ ധ്യാൻ രഖ് കി യേ തുജെ ബിൽക്കുൽ നഹി ജാനത്തെ, പക്ഷേ ഈ സൈനികർക്കൊന്നും നിന്നെ അറിയില്ല. പത് സെ ഹട്ട് ജാ ബാവരി, ആ വഴിയിൽ നിന്ന്, ആ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കൂ പൊട്ടിപ്പെണ്ണെ. കൃഷ്ണൻ്റെ സൈനികർക്ക് നിന്നെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് ഈ വഴിയിൽ നിന്ന് മാറി നിൽക്കൂ. മാലിയക്ക് കനു തേര സർവാധിക് അപ്ന, കനു എന്ന് പറഞ്ഞാൽ രാധയ്ക്ക് ജീവനാണ്, എല്ലാമാണ്. മാലിയക്ക് തു ഉസ്കി റോം റോം പരിചിത്, അതും അംഗീകരിക്കുന്നു. കൃഷ്ണൻ്റെ ഓരോ കണങ്ങളും മഴവങ്ങളും രാധയ്ക്ക് പരിചിതമാണ്. പക്ഷേ സൈനികർക്ക് എണ്ണാൻ പറ്റാത്തത്ര സൈനികരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സൈനികർക്ക്, കൃഷ്ണൻ്റെ ആ സൈനികർക്ക് രാധയെ അറിയില്ല. അതുകൊണ്ട് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് കവി രാധയോട്. ये आम्र वृक्ष की ढाल उनकी विशेष प्रिय थी, तेरे न आने पर सारी शाम इस पर टिक, उन्होंने वंशी में बार बार तेरा नाम बार कर तुझे ठहरा था. ये आम्र वृक्ष की ढाल, ഈ മാവിൻ്റെ ഈ ശാഖ, ढाल ഉനക്ക് വിശേഷ് പ്രിയത്തി, അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. തേര ന ആനെ പർ, നീ വരാതിരുന്ന സമയത്ത്, സാരി ഷാം ഇസ്പർ ടിക്, അതായത് ആ മാവിൻ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് ഓടക്കൊയിലിൽ രാധയെ കൃഷ്ണൻ പണ്ട് വിളിച്ചിരുന്നത്. അപ്പോൾ രാധ അവിടെ എത്താൻ സാധിച്ചില്ല രാധയ്ക്ക്. സാരി ഷാം ഇസ്പർ ടിക്ക്, എല്ലാ വൈകുന്നേരം മൊത്തം രാധയെ കാത്തു നിന്ന് വളരെ വൈകി. ഷാം ഇസ്പർ ടിക്ക്, ചേർന്നുകൊണ്ട്, ടിക്കെന്ന് പറഞ്ഞാൽ ചേർന്നുകൊണ്ട്, ആ മരത്തിൽ, ആ മാവിൻ്റെ ചുവട്ടിൽ ആ ശാഖകൾ ചേർന്നുകൊണ്ട്, ഉടനെ വംശിമേ ബാർ ബാർ, അദ്ദേഹം കൃഷ്ണൻ തൻ്റെ ഓടക്കുഴലിൽ ഒരുപാട് തവണ, ബാർ ബാർ തേര നാം ഭർക്കർ തുജെ ടേരാത്ത, നിന്നെ വിളിച്ചിരുന്നു, നിന്നെ ആ മാവിൻ ചുവട്ടിൽ നിന്ന് ചാരി നിന്നുകൊണ്ട് ഓടക്കുഴലിൽ നിന്നെ ഒരുപാട് തവണ വിളിച്ചിരുന്നു. ആജ് യേ ആം കി ഡാൽ സദാ സദാ के लिए काट दी जाएगी, क्योंकि कृष्ण के सेनापतियों के वायु वेगामी रथों की गगनचुंबी ധ്വജാവോ മേ യേ നീച്ചി ഢാൽ അടക്തി ഹെ. ആജ് യേ ആം കി ഡാൽ, ഇന്ന് ഈ മാവിൻ്റെ ഈ ശാഖകൾ എന്നേക്കുമായിട്ട് സദാ സദാ കെ ലിയെ കാട്ട് ദി ജായേഗി, മുറിച്ച് കളയും. ക്യോങ്കി കൃഷ്ണയ്ക്ക് സേനാപതിയോ കെ, കാരണം കൃഷ്ണൻ്റെ സേനാപതികൾ വായു വേഗാമി രഥോങ്കി, തൻ്റെ സേനാപതികളുടെ വായുവേഗാമി രഥോങ്കി, ഗാമി രഥോങ്കി എന്ന് പറഞ്ഞാൽ വായുവേഗത്തിൽ പായുന്ന രഥങ്ങളുടെ ഗഗനചുംബി ധ്വജാവോമേ, ആകാശം മുട്ടുന്ന, ഗഗനചുംബി എന്ന് പറഞ്ഞാൽ ആകാശം ചുംബിക്കുന്ന, ധ്വജാവോമേ, ആ കൊടികൾ. നമുക്കറിയാം, ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് രഥത്തിൽ പോകുന്നത്. അപ്പോൾ രഥത്തിന് മുകളിലായിട്ട് എന്തുണ്ടാവും, കൊടി തൂക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആകാശം മുട്ടെ ആ കൊടി നിൽക്കുന്നത് ഈ ശാഖ തട്ടിയിട്ടാണ് പോവുക.
ഈ മാവിൻ്റെ അടുത്ത് കൂടെയാണ് പോകുന്നത്. യേ നീച്ചി ഡാൽ അടക്തി ഹി, അതിൻ്റെ താഴെയായിട്ട് കുരുങ്ങും. അടക്കുന്ന എന്ന് പറഞ്ഞാൽ കുരുങ്ങും. അപ്പോൾ അത് മുറിച്ച് കളയും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് കൃഷ്ണൻ ചാരി നിന്ന തന്നെ വിളിച്ച ആ മാവിൻ ചുവട്ടിലെ ആ ശാഖകളൊക്കെ, മാവിൻ്റെ ആ ശാഖകളൊക്കെ മുറിച്ച് കളയും. और ये पद के किनारे खड़ा छायादार पावन अशोक वृक्ष आज खंड खंड हो जाएगा, तो क्या यदि ग्रामवासी सेनाओं के स्वागत में तोरण नहीं सजाते तो क्या सारा ग्राम नहीं उजाड़ दिया जाएगा? और ये पद के किनारे खड़ा, ഈ വഴിയുടെ അരികിൽ നിൽക്കുന്ന, തീരത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ വഴിയുടെ അരികിൽ നിൽക്കുന്ന ഛായാദാർ പാവൻ അശോകവൃക്ഷം, തണലേൽകുന്ന അശോകവൃക്ഷം, ആജ് ഖണ്ഡ് ഖണ്ഡ് ഹോ ജായേഗ, ഛായാദാർ തണൽ നൽകുന്ന അശോകവൃക്ഷം ഇന്ന് ഖണ്ഡം ഖണ്ഡമാകും. तो क्या यदि ग्रामवासी सेनाओं के स्वागत में तोरण नहीं सजाते तो, അതിലൂടെ പോകുന്ന സേനകൾക്ക് സ്വാഗതം തോരണങ്ങൾ കെട്ടിയിട്ട് അലങ്കാരം ചെയ്യുന്നില്ലെങ്കിൽ, അവിടുത്തെ ഗ്രാമവാസികൾ ആ വരുന്ന സൈനികരെ സ്വാഗതം തോരണം കെട്ടിയിട്ട് അലങ്കരിച്ച് സ്വാഗതം ചെയ്യുന്നില്ലെങ്കിൽ ഗ്രാമം നശിപ്പിക്കപ്പെടും, ഗ്രാമം തന്നെ ഇല്ലാതാകും എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്കും യുദ്ധം എന്ന ലക്ഷ്യത്തോടു കൂടി പോവുകയാണ്. അപ്പോൾ ഗ്രാമം, നമുക്കറിയാം പണ്ടൊക്കെ ഗ്രാമത്തിലൂടെയൊക്കെയാണ് യുദ്ധത്തിനായിട്ട് പോവുക. അപ്പം ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അതാണ് ഇവിടെ കവി ചിത്രീകരിച്ചിരിക്കുന്നത്. ദുഃഖി ക്യോं करती है पगली, क्या हुआ जो कनू के ये वर्तमान अपने तेरे उन तन्मय क्षणों की कथा से अनभिज्ञ है. ദുഃഖി ക്യോं करती है पगली, നീ എന്തിനാണ് ദുഃഖിക്കുന്നത് ഭ്രാന്തി പെണ്ണെ, പഗലി. क्या हुआ जो कनू के ये वर्तमान अपने तेरे उन तन्मय क्षणों की कथा से अनभिज्ञ, നിൻ്റെയും കൃഷ്ണൻ്റെയും പണ്ടത്തെ കഥയല്ല ഇപ്പോൾ, പ്രസൻറ്റ് വർത്തമാൻ അപ്നെ അല്ല, നിങ്ങളുടേതല്ല. തേരെ ഉൻ തന്മയ ക്ഷണോ കി കഥാസെ, പണ്ട് ലയിച്ച നിമിഷത്തിൽ നിന്ന് അറിവില്ലാത്ത ഒരു നിമിഷമാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ തിരക്കിൽ മറ്റെല്ലാം അപരിചിതമാണ്. കൃഷ്ണൻ്റെ വർത്തമാനകാലം ഇപ്പോൾ മറ്റൊന്നാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് കൃഷ്ണൻ ഇപ്പോൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രാധയുടെ പ്രേമമോ സ്നേഹമോ ഒന്നും കൃഷ്ണനെ അലട്ടുന്നില്ല. ഇവിടെ രാധയ്ക്ക് മാത്രമാണ് കൃഷ്ണനെ പറ്റിയുള്ള ചിന്തയും പ്രേമവും. കൃഷ്ണൻ്റെ ജന്മോദ്ദേശമൊക്കെ രാധയ്ക്ക് അറിയാം, പക്ഷേ രാധ കൃഷ്ണനെ അത്രയ്ക്കും സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും പറയുന്നതും. ഉദാസ് ക്യോं होती है ना समझ कि इस भीड़ भाड़ में तू और तेरा प्यार निधांत अपरिचित छूट गए हैं. നീ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത് വിവരമില്ലാത്തവളെ. നാ സമജ് കി ഇസ് ഭീഡ് ഭാടുമേ, ഈ ഉന്തിലും തള്ളിലും, ഭീഡ് ഭാട് എന്ന് ഉന്തും തള്ളുമാണ്. തൂ ഒരു തെര പ്യാർ നിധാന്ത് അപരിചിത് ഹെ, നീയും നിൻ്റെ സ്നേഹവും അപരിചിതമാണ്. അതായത് ഈ യുദ്ധസമയത്ത്, കുരുക്ഷേത്ര യുദ്ധസമയത്ത് നിൻ്റെ സ്നേഹമൊക്കെ അപരിചിതമാണ്. छूट गए हैं, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. गर्व कर भावरी, कौन है जिसके महान प्रिय की 18 അശാഹിണി സേനായേ ഹോ, നീ അഭിമാനിക്കുകയാണ് വേണ്ടത്. കാരണം കോൻ ഹെ ജിസ്കെ മഹാൻ പ്രിയക്ക് 18 അശാഹിണി സേനായേ ഹോ, നിൻ്റെ ഇതിഹാസ പുരുഷന് 18 സൈനികരുടെ സേനയുണ്ട്, അതിൽ നീ അഭിമാനിക്കൂ എന്നാണ് പറയുന്നത്. ഇതിഹാസ പുരുഷനായ കൃഷ്ണൻ്റെ സേനയാണ് എന്നതിൽ അഭിമാനിക്കൂ. ആ സേനയാണ് ഇതിലൂടെ, ഈ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധം എന്ന് പറയുന്നത് മംഗളകരമായ അല്ലാത്ത ഒരു നിഴൽ ആണ്. ഈ ഒരു പേര് കൊടുത്തത് തന്നെ വളരെ യോജിക്കുന്നുണ്ട്. യുദ്ധം എന്ന് പറയുന്നത് നാശമാണ്, ഒരിക്കലും ഒരു നന്മ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കവി അമംഗൽ ഛായ എന്ന് ഈ ഗീതത്തിന് പേര് കൊടുത്തതെന്ന് തോന്നുന്നു. അപ്പോൾ യുദ്ധത്തിൻ്റെ പോകുന്ന ഒരു സന്ദർഭമാണ്, യുദ്ധത്തിനായി പോകുന്ന ഒരു സന്ദർഭമാണ് അമംഗൽ ഛായ എന്ന് പറയുന്ന ഈ ഗീതത്തിൽ കവി ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്തത്
എക് പ്രശ്നമാണ്. എക് പ്രശ്ന, ഒരു ചോദ്യം. അടുത്ത ഗീതത്തിൻ്റെ പേര് എക് പ്രശ്ന എന്നാണ്. അങ്ങനെ ഇതിഹാസം എന്ന് പറയുന്ന ഖണ്ഡത്തിൽ 4 ഗീതങ്ങൾ സമാപിച്ചു. ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇവിടെ രാധ. അതായത് പ്രേം കി സാർത്ഥകത നഹിത്തോ യുദ്ധ കി സാർത്ഥകത ക്യാ ഹെ. പ്രേമത്തിന് ഒരർത്ഥവുമില്ലെങ്കിൽ യുദ്ധത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ് നമ്മുടെ രാധയുടെ ചോദ്യം ഇവിടെ. കൃഷ്ണൻ യഹാ കർമ്മ മണ്ഡലമേ വ്യാകൃത ഹെ. തൻ്റെ കർമ്മ ഉദ്ദേശം, തൻ്റെ ജന്മ ഉദ്ദേശത്തിലാണ് അദ്ദേഹം ബിസിയാണ്. രാധ സവാൽ പൂछती है कि युद्ध की ज़रूरत क्या है. നമുക്ക് കവിതയിലേക്ക് കിടക്കാം. अच्छा मेरे महान कनो मान लो कि क्षण भर को मैं ये स्वीकार लूँ कि मेरे ये सारे तन्मयता के गहरे क्षण सिर्फ भावावेश थे, सुकोमल कल्पनाएं थे, रांगे हुए अर्थहीन आकर्षक शब्द थे. ഒരു ചോദ്യം എന്ന് പറയുന്ന ഈ ഗീതത്തിലൂടെ രാധ പറയുകയാണ്, അച്ഛ മേരെ മഹാൻ കനു, ശരി എൻ്റെ മഹാനായ കൃഷ്ണ കനു, മാനോ കി ക്ഷൺ ഭർക്കോ മേ യെ സ്വീകാർന്നു, ഒരു നിമിഷത്തേക്കായിട്ട് ഞാനിത് സ്വീകരിക്കാം. കി മേരെ യെ സാരെ തന്മയത കി ഗഹരെ ക്ഷൺ സിർഫ് ഭാവാവേശത്തെ, എൻ്റെ ഈ മോഹനിദ്രയൊക്കെ തന്മയത, അതിൻ്റെ നിമിഷങ്ങൾ ഞാനത് അംഗീകരിക്കാം, അതൊക്കെ ഭാവ ആവേശത്തെ, എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അതൊക്കെ സുക്കോമൾ കൽപ്പനയായത് സങ്കല്പങ്ങളായിരുന്നു, സുക്കോമളമായിരുന്നു, റാങ്കേ ഹുയെ നിറം പിടിപ്പിച്ചതായിരുന്നു, അർത്ഥഹീൻ അർത്ഥമില്ലാത്തതായിരുന്നു, ശബ്ദത്തെ ആകർഷകമായ ശബ്ദമായിരുന്നു എന്ന് അത് ഞാൻ സ്വീകരിക്കാം, അത് ഞാൻ അംഗീകരിക്കാം. പ്രിയകൃഷ്ണ, മോഹനിദ്രയിലെ ധന്യമുഹൂർത്തങ്ങൾ വെറും ഭാവനകളും അർത്ഥമില്ലാത്തതും ശബ്ദങ്ങളുമായിരുന്നോ എന്ന് രാധ ചോദിക്കുകയായിരുന്നു. मान लो कि क्षण भर को मैं ये स्वीकार लूँ कि पाप पुण्य धर्माधर्म न्याय दंड ക്ഷമാശീൽ വാല യെ തുമാര യുദ്ധ സത്യ ഹെ. ഇതെല്ലാം ശരിയാണോ? മേ യെ സ്വീകാർലു, ഞാനിത് സ്വീകരിക്കണോ? ഞാൻ എന്താണ് സ്വീകരിക്കേണ്ടത്? ഇത് ശരിയാണോ? പാപപുണ്യം ധർമാധർമ്മ ന്യായദണ്ഡം, പാപവും പുണ്യവും ധർമ്മവും ന്യായവും ശിക്ഷയും ക്ഷമയും ശീലവും വാലയ്യ തുമാര യുദ്ധ സത്യ, ഇതൊക്കെ സത്യമാണോ? നിൻ്റെ യുദ്ധം എന്ന് പറയുന്നത് സത്യമാണോ? तो भी मैं क्या करूँ करूँ, मैं तो वही हूँ तुम्हारी भावरी मित्र जिसे सदा उतना ही ज्ञान मिला जितना तुमने उसे दिया. ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നീ പറഞ്ഞ നിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട ശബ്ദങ്ങൾ മാത്രമേ എനിക്ക് പരിചിതമുള്ളൂ. ഞാൻ ആ പൊട്ടിപ്പെണ്ണ് തന്നെയാണ്. ഞാൻ എന്താണ് ചെയ്യുക കൃഷ്ണ? നിൻ്റെ പൊട്ടിപ്പെണ്ണായ കൂട്ടുകാരിയാണ് ഞാൻ. ജിസെ സദാ ഉത്നാ ഹി ജ്ഞാൻ മില, അവൾക്ക് ഒരേ അറിവേ കിട്ടിയിട്ടുള്ളൂ. നീ കൊടുത്തിരിക്കുന്ന അറിവ് മാത്രമേ, നീ നൽകിയിരിക്കുന്ന അറിവ് മാത്രമേ അവൾക്കുള്ളൂ. നീ നൽകിയ പ്രേമം, നീ നൽകിയ സ്നേഹം, ആ അറിവേ രാധയ്ക്കുള്ളൂ എന്നാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. ജിतना तुमने मुझे दिया है अभी तक उसे पूरा समेट कर भी आस पास जाने कितना है तुम्हारा इतिहास का जिसका कुछ अर्थ मुझे समझ नहीं आता. जितना तुमने मुझे दिया है अभी तक, നീ ഇന്ന് വരെ എന്തൊക്കെയാണോ എനിക്ക് തന്നത്, ഉസെ പൂരാ സಮೇಟ್ कर भी, അതിനെ മൊത്തം ശേഖരിച്ചാലും, ആസ് പാസ് ജാനെ കിतना है तुम्हारा ഇതിഹാസ് का जिसका कुछ अर्थ मुझे समझ नहीं आता. എത്ര നീ എനിക്ക് തന്ന പ്രേമം, അതൊക്കെ എത്ര ശേഖരിച്ചു വെച്ചാലും ഇതിഹാസത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ വളരെ കുറവാണ്. ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. अपनी जमुना में जहाँ गंडों अपने को निहारा करती थी मैं, वहाँ अब शास्त्रों से लदी हुई अगणित नौकाओं की पंक्ति रोज़ रोज़ कहाँ जाती है. ഇവിടെ പറയാണ്, अपनी जमुना में जहाँ गंडों अपने को निहारना करती थी मैं, പണ്ട് യമുന തീരത്ത് അല്ലെങ്കിൽ യമുനയിൽ ജഹാൻ ഗണ്ടോ മണിക്കൂറുകളോളം ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു. നിഹാര കത്തിത്തീമേ, നോക്കിക്കൊണ്ടേയിരുന്നു. അതായത് യമുന, നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്,
യമുന നദിയിൽ തൻ്റെ നേലല്ല നോക്കിക്കൊണ്ടിരുന്നത്, യമുനയുടെ കളറാണ്, നദിയുടെ കളർ, നീലജലം കൃഷ്ണനെ സങ്കല്പിച്ച് കൃഷ്ണനെയാണ് നോക്കിയിരുന്നത്. അതൊരുപാട് തവണ നോക്കിക്കൊണ്ടേയിരുന്നു, ഒരുപാട് സമയം നോക്കിക്കൊണ്ടിരുന്നു. വഹാം, ആ സ്ഥലത്ത് ഇപ്പോൾ ശാസ്ത്രോം സെ ലദി ഹുയി, ആയുധങ്ങൾ വഹിച്ചുകൊണ്ട്, അഗണിത് നൗഖാവോക്കി, എണ്ണാൻ പറ്റാത്തത്ര തോണികൾ, ബോട്ടുകൾ, കി റോസ് റോസ് കഹാൻ ജാത്തി ഹി, ഒരുപാട് ബോട്ടുകൾ അതിലൂടെ ആയുധങ്ങളും വഹിച്ചുകൊണ്ട് ഡെയിലി, ദിവസവും എവിടേക്കാണ് പോകുന്നത്? യുദ്ധത്തിനായിട്ട് പോവുകയാണ് യമുന നദിയിലൂടെ. धारा में बह बह कर आते हुए टूटे रथ, जर्जर पताकें किसकी हैं? ആ ധാരയിൽ ബഹ് ബഹ് കറാത്തെ ഹുവേ ടൂട്ടെ രഥ്, പൊട്ടിയ രഥം, അതുപോലെ ജർജർ പതാകയെ കിസ്കി ഹെ, നശിച്ചുകൊണ്ടിരിക്കുന്ന കൊടികൾ, പതാകയെ, ജർജർ എന്ന് പറഞ്ഞാൽ നശിച്ച, ചുളിഞ്ഞ എന്നൊക്കെ അർത്ഥമുണ്ട്. അത് ആരുടേതാണ്? പൊട്ടിയ രഥവും യമുന നദിയിലൂടെ ഒഴുകിക്കൊണ്ടുവരുന്ന രഥവും പതാകയും ഒക്കെ ആരുടേതാണ്? हारी हुई सेनाएं, जीती हुई सेनाएं, नभ की कांपते हुए युद्ध घोष, क्रंदन स्वर, भागे हुए सैनिकों से सुनी हुई अकल्पनीय अमानुषिक घटनाएं युद्ध की, कि ये सब सार्थक हैं? चारों दिशाओं से उत्तर को उड़ उड़ कर जाते हुए गृद्धों को क्या तुम बुलाते हो, जैसे बुलाते थे भड़कती हुई गायों को. हारी हुई सेनाएं, जीती हुई सेनाएं, തോറ്റുകൊണ്ടിരിക്കുന്ന സൈനികർ, ജയിച്ചുകൊണ്ടിരിക്കുന്ന സൈനികർ, നബുക്കോ കാമത്തെ ഹുവേ, ആകാശത്തെ വിറപ്പിച്ചുകൊണ്ട്, യുദ്ധഘോഷം, ക്രന്ദൻ സ്വർ, ഒരുപാട് ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട്, ഭാഗേ ഹുവേ സൈനികോൻ സെ സുനി ഹുയി, ഓടിക്കൊണ്ടിരിക്കുന്ന സൈനികരുടെ ശബ്ദം കേട്ടുകൊണ്ട്, അകൽപ്പനീയ അമാനുഷിക ഘടനയെ, സങ്കല്പിക്കാൻ പറ്റാത്തത്ര, അതുപോലെ അമാനുഷികമായ സംഭവങ്ങൾ യുദ്ധത്തിൻ്റെ, കെ എസ് സബ് സാർത്ഥ, ഇതൊക്കെ സാർത്ഥകമാണോ, സത്യമാണോ, അർത്ഥമുള്ളതാണോ? ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങളും സൈനികരുടെ പിൻവാങ്ങലും വിജയവും ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. ചാരോ ദിശാവോം സെ, 4 ദിശകളിൽ നിന്ന്, ഉത്തർക്കോ ഉടുക്കർ ജാത്തെ ഹുവേ, വടക്കോട്ട് പറന്നുകൊണ്ടിരിക്കുന്ന, ഉടുക്കർ പറന്നുകൊണ്ടിരിക്കുന്ന, ഗ്രന്ഥോക്കോ ക്യാത്തും ബുലാത്തെ ഹോ, കഴുകന്മാരെ നീ വിളിക്കുകയാണോ? അതായത് വടക്കോട്ട് പറന്നുകൊണ്ടിരിക്കുന്ന കഴുകന്മാരെ നീ വിളിച്ച് വരുത്തിയതാണോ എന്ന് രാധ ചോദിക്കുകയാണ്. ജൈസെ ബുലാത്തെ ബടക്കി ഹുയി ഗായോക്കോ, എപ്രകാരമാണോ വഴി തെറ്റി അലഞ്ഞു നടക്കുന്ന, ബടക്കി ഹുയി, അലഞ്ഞുകൊണ്ടിരിക്കുന്ന പശുക്കളെ നീ വിളിച്ചിരുന്നത്, അപ്രകാരം വിളിക്കുകയാണോ? ഇവിടെ കഴുകന്മാരെന്നുകൊണ്ട് ഉദ്ദേശിച്ചത് യുദ്ധം കൊണ്ട് ഒരിക്കലും നന്മ ഉണ്ടാവില്ല, ഒരുപാട് മരണങ്ങളും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് രാധയ്ക്ക് ഇവിടെ മനസ്സിലാവുന്നില്ല. അതായത് യുദ്ധത്തിൻ്റെ അർത്ഥം എന്താണെന്ന് രാധയ്ക്ക് മനസ്സിലാവുന്നില്ല. जितनी समझ तुमसे अब तक पाई है कनो, उतनी भटोर कर भी कितना कुछ है जिसका कोई भी अर्थ मुझे समझ नहीं आता है. എത്ര എന്തൊക്കെയോ നിൻ്റെ അടുത്തുനിന്ന് പഠിച്ചു, എന്തൊക്കെയോ നിൻ്റെ അടുത്തുനിന്ന് നേടി കൃഷ്ണ. ഉത്തനി ഭട്ടോക്കർ, അതൊക്കെ ശേഖരിച്ചാലും, കിത്തന കുച്ച് ജിസ്ക കോയി ബി അർത്ഥം മുझे സമझ, ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്, അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിൽ നിന്ന് എത്രത്തോളമാണ് മനസ്സിലാക്കിയിരുന്നത്, എത്രയോ കുറവാണ് ഇനി മനസ്സിലാക്കാനുള്ളത്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. നീ എനിക്ക് തന്ന ജ്ഞാനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് രാധ ഇവിടെ പറയുന്നത്. അർജുൻ കി തർ കബി മുझे भी समझा दो, സാർത്ഥകത ഹേ ക്യാ ബന്ധു, നീ അർജുനന് ഗീതോപദേശം നൽകിയ പോലെ എന്നെയും മനസ്സിലാക്കി തരൂ. നീ എനിക്ക് ജീവിതത്തെക്കുറിച്ചാണ് മനസ്സിലാക്കി തന്നത്, യുദ്ധം എന്താണ്, ഇതിഹാസം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരൂ, അർജുനനെ നീ മനസ്സിലാക്കി കൊടുത്ത പോലെ. मान लो कि मेरी तन्मयता की गहरे क्षण रांगे हुए अर्थहीन आकर्षक शब्द थे, तो सार्थक फिर क्या है कनो. मान लो कि मेरी तन्मयता की गहरे क्षण, അംഗീകരിക്കൂ എൻ്റെ പ്രേമത്തിൻ്റെ നിമിഷം, റാങ്കെ ഹുവേ അർത്ഥഹീൻ,
അതിന് നിറമില്ല, അർത്ഥഹീനമാണ്, ആകർഷക ശബ്ദങ്ങൾ മാത്രമാണ്. തോ സാർത്ഥക് ഫിർ ക്യാ ഹെ, പിന്നെ അർത്ഥമുള്ളത് എന്തിനാണ്? നീ പറഞ്ഞ ശബ്ദങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട ശബ്ദങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതെന്നെപ്പറ്റിയാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? നീ പറഞ്ഞു തരൂ. പ്രേമത്തിൻ്റെ ആഴവും നിമിഷങ്ങളും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പ്രേമത്തേക്കാൾ അർത്ഥമുള്ളതാണോ യുദ്ധം എന്നാണ് ഈ ഒരു ഭാഗത്തിൻ്റെ മീനിങ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.